മുബാറക്കായ മജ്‌ലിസിൽ ആ വ്യക്തിയുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ക്രൂരനായ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്നപ്പോ 50-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയാണ്. അതൊരു പുതിയ സ്വഭാവമാണ്. ഒരുപാട് രാജ്യങ്ങൾ ബ്രിട്ടൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന്. ഒരുപാട് രാജ്യങ്ങൾ, ഫ്രാൻസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ലക്സംബർഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പല രാജ്യങ്ങളും ഈ ഒരു ഫലസ്തീനിന്റെ സ്വതന്ത്ര പദവി അംഗീകരിച്ചു. കൂടുതൽ നീട്ടി പറയല്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഭീകരമായി അവിടെയുള്ള പിഞ്ചു മക്കളെ കൊന്നൊടുക്കുന്ന നരനായിട്ട് നടക്കുമ്പോ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, മഹാനുഭാവൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. തങ്ങളുടെ ഹദീസാണ്, നമ്മൾക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും, മുസ്ലിം ഉമ്മത്തിന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആയുധം പ്രാർത്ഥനയാണ്. ചെയ്യണം. ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഒരുപക്ഷെ വലിയ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ വെച്ച് ആ മനുഷ്യൻ ഇത്രപോൽ ഒരു അവഹേളനം നേരിട്ടത് ലോക മുസ്ലിമീങ്ങളുടെ ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥനയുടെ ഫലമാണ്. ഇനിയും പാഠം പഠിക്കും. ലോക മുസ്ലിമീങ്ങളുടെ ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥനയുടെ ഫലമായി ഇസ്രായേൽ എന്ന രാജ്യം പാഠം പഠിക്കുക തന്നെ ചെയ്യുമെന്നതിൽ സംശയമില്ല. പക്ഷേ അല്ലാഹു ആക്കിയ ആ സമയത്ത് സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും പെട്ടെന്ന് സലാമത്ത് കൊടുക്കട്ടെ എന്ന് ഹൃദയം അറിഞ്ഞ് നമ്മൾക്ക് ദുആ ചെയ്യാം. അവിടെയുള്ള മക്കളുടെ ദയനീയമായ അവസ്ഥകൾ നമ്മൾ കാണുകയാണ്. പക്ഷേ അവർക്ക് സലാമത്ത് കൊടുക്കട്ടെ. അവരുടെ എല്ലാ ദുആകളിലും നിസ്കാരശേഷമുള്ള എല്ലാ ദുആകളിലും അവരെയും ഓർക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത മജ്‌ലിസ്